പൂവേണം കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നിന്റെ ഭാവം പൂത്തിരിക്കണോ? കൊള്ളാം കൊള്ളാം. കൂട്ടുകാരെ, എല്ലാ കാര്യങ്ങളും നീ അങ്ങ് നോക്കിയും കണ്ടും ചെയ്തോളണം. യാതൊരുവിധ കുറവും വരുത്താൻ പാടില്ല. അമലെ താങ്ക് യു. അങ്ങനെ പെണ്ണ് കിട്ടി. നീല വെളിച്ചം ഇങ്ങോട്ടേക്കൊരു മടങ്ങി വരില്ല. ലെഫ്റ്റ് വള്ളംകളി, അല്ലെങ്കിൽ വള്ളംകളി ചിലപ്പോൾ ഒരു മടങ്ങി വരവുണ്ടാവും. ലെഫ്റ്റ് ആണ്. ഹായ്, നമസ്കാരം. മുന്നോടക്കല്ലോ. വെറും കൈയോടാണോ വന്നേ? പാലും പഴമൊന്നും എടുത്തില്ലേ? പഴം ചേട്ടൻ്റെ അച്ഛൻ കഴിച്ചു. പാലിനകത്ത് ചേച്ചിയുടെ കൊച്ചു ഉറുമ്പിനായിട്ട് കളിക്കുക. കുരുപ്പ്. എന്താ? ഒന്നുമില്ല. അല്ലേലും പാലും പഴമൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ. വരൂ, ഇരിക്കൂ. മോളെ, അവന് ചെറുപ്പം ഒരു പെമ്പിളായിട്ട് സംസർഗം ഇല്ലെന്നല്ലേ പറഞ്ഞത്? നീ ഒന്ന് സൂക്ഷിച്ചോ. ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന ആ ഭാഗ്യം ദൈവം എന്റെ കൊച്ചിനെ കാത്തോളേ. ഈശ്വരാ, എന്ത് ചൂടാണല്ലേ. അകത്തിരുന്നാ പോലും പേർക്കും. പേടിക്കണ്ട, AC ഓർഡർ ചെയ്തിട്ടുണ്ട്. നഖം വെട്ടിയോ? രാവിലെ നഖം? അയ്യോ, എന്തോ പറ്റി? എനിക്ക് പേടിയാ. എന്നെ അല്ല, ഫസ്റ്റ് നൈറ്റ്. അതെന്ത്? എനിക്ക് പേടിയാ. അയ്യോ, പേടിക്കണ്ട, ഇത് സിമ്പിൾ അല്ലേ. എനിക്ക് പേടിയാ. എനിക്ക് സസ്പെൻസ് അല്ലാതെ കാര്യം പറ. എനിക്ക് വിശക്കണു. മതിയാ ഒന്നൂടെ. ഓ, അപ്പൊ തനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല? +4 ഉണ്ട്, കോളേജ് വെച്ച്. കോളേജൊക്കെ ആകുമ്പോ പിന്നെ പിള്ളേര് പ്രേമിക്കല്ലോ, സ്വാഭാവികം. പിള്ളേരെ അല്ല, സാറിനെയായിരുന്നു. സാറാ? ഓ, എന്നിട്ട് എന്താവാൻ? പുള്ളിക്ക് ഓരോ ക്ലാസ്സിലും ഓരോ പെമ്പിള്ളേരുണ്ടായിരുന്നു. ഇവരെല്ലാവരോട് എക്സാം ഹോളിൽ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി. കൊള്ളാം. എല്ലാ കുട്ടികളെയും ഒരുപോലെ സ്നേഹിച്ചൊരു മാതൃകാ അധ്യാപകൻ. അല്ല, ചേട്ടനുണ്ടായിട്ടില്ലേ? നീ ചേട്ടനെന്ന് വിളിക്കണ്ട, കേട്ടിട്ട് എന്തോ ഒരു സുഖമില്ല. എന്നാ നീ പറ, കേക്കട്ടെ. +2 വരെ ഒരു പരട്ട ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ പഠിത്തം നന്നായതുകൊണ്ട് കോളേജിൽ അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ പാരലൽ കോളേജിലാണ് പോയത്. അവിടെയാണ് ഈ 4 കിട്ടിയ ചേച്ചിമാരൊക്കെ എന്ന് ക്ലാസ്മേറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ ഗൾഫിലേക്ക് പറപ്പിച്ചല്ലോ. മലയാളത്തിൽ തന്നെ പെമ്പിളോട് സംസാരിക്കാൻ പേടിയാ. അപ്പൊ പിന്നെ അറബിയിലൊക്കെ എങ്ങനെ? സാരല്ലടാ, നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും. ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ ഈ ഡയലോഗ് അടിക്കുന്നത് അതേപോലെ പറഞ്ഞതാ. അത് നന്നായി. എന്ത് ഡയലോഗോ? അല്ല, ഫ്രണ്ടായി കണ്ടല്ലോ അത്. സാധാരണ എപ്പോഴും ആദ്യം സ്ട്രേഞ്ചേഴ്സ്, പിന്നെ ഫ്രണ്ട്സ്, പിന്നെ ലവേഴ്സ്, പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണല്ലോ. നമുക്കൊരു വെറൈറ്റി പിടിക്കാം. സ്ട്രേഞ്ചേഴ്സ്, പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇനിയിപ്പോ ഫ്രണ്ട്സ്, ഇനിയിപ്പോ ലവേഴ്സ്. ചേടാ, ഈ തലയിലൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒന്നും ഇല്ലെന്ന്. എന്നാലും ഫസ്റ്റ് നൈറ്റ് പേടിച്ച് ബ്രെഡും ജാമും തിന്ന് പേടി മാറ്റി ആദ്യത്തെ ആൾ താൻ തന്നെയായിരിക്കും. അത് പിന്നെ പെണ്ണുങ്ങളായിട്ട് സംസർഗമൊന്നും ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുമ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ടെൻഷനൊക്കെ ഉണ്ടാവും. എന്ത് സർഗം? സംസർഗം. അതെന്ത് സാധനം? അതറിയില്ല, ഫ്രണ്ട് പറഞ്ഞതാ. അങ്ങനെ പണ ചുമ്മാ ഓരോരുത്തർ പറഞ്ഞ് പേടിപ്പിച്ച് വിട്ടിട്ട്. എടോ, പെണ്ണുങ്ങളുമായിട്ട് താൻ പറഞ്ഞ സർഗം ഉണ്ടായിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ പെരുമാറാനൊക്കെ നല്ലപോലെ അറിയാം. പിന്നെ ചില ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഫസ്റ്റ് നൈറ്റ് എന്ന് വിചാരിച്ചാൽ മറ്റേ പരിപാടിക്ക് മാത്രമല്ലല്ലോ. ഇപ്പം തന്നെ തനിക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുഡ് സെറ്റ് ചെയ്ത് തന്നില്ലേ, ഊന വിളിച്ചില്ലേ, കുറേ സംസാരിച്ചില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ ഫസ്റ്റ് നൈറ്റ്. പിന്നെ ആദ്യം പറഞ്ഞ പരിപാടിയും വേണം, പക്ഷെ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയതല്ലേ ഉള്ളൂ. ലവേഴ്സ് ആവണം, സമയമുണ്ടല്ലോ. താൻ എസ് പറയാതെ ഞാൻ തന്നെ തൊട്ടില്ല, അതുപോലെ
ഉം. ലൈറ്റ് ഓഫ് ചെയ്യാലോ, പേടിയൊക്കെ മാറിയില്ലേ? നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? വിശപ്പോ? രാത്രിയായി, ഇനിയിപ്പോ ഒന്നും കിട്ടൂല. വേണ്ട വേണ്ട, വന്ന് കേടാ. അയ്യോ, എന്തുപറ്റി? ഒന്നുമില്ല, കാലൊന്നിടിച്ചു. അപ്പൊ കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.